ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പൈത്തണിലെ ബിൽറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചർ ആയ ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. എ ലിസ്റ്റ് ഇസ് എ ഓർഡേഡ് കളക്ഷൻ ഓഫ് ഐറ്റംസ് ഡൈനാമിക് ആൻഡ് ഓർഡേഡ് കളക്ഷൻ ഓഫ് ഐറ്റംസ് ദാറ്റ് കെൻ കണ്ടെയ്ൻ എനി ഡാറ്റ ടൈപ്പ് ഇൻക്ലൂഡിംഗ് അതർ ലിസ്റ്റസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. ലിസ്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, ഓർഡേഡ് കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ് അതിലുള്ളത്. അത് മാത്രമല്ല അതിൽ എനി ടൈപ്പ് ഓഫ് ഡാറ്റ, ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും ഇൻക്ലൂഡഡ് ആവാം. വേണമെങ്കിൽ അതിൽ വേറെ ലിസ്റ്റ് വരെ കിട്ടാം എന്നുള്ളതാണ് പറയുന്നത്. ലിസ്റ്റ് വരെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതിന്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ഫസ്റ്റ് വൺ ഓർഡേഡ് ആണത്. ഓർഡേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് അത് പറയുന്നത് മ്യൂട്ടബിൾ ആണെന്നാണ്. ഓർഡേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റംസ് ഇൻ ലിസ്റ്റ് ആർ സോർട്ടഡ് ഇൻ ഓർഡർ യു ഇൻസേർട്ട് ദം. അതായത് നമ്മൾ ഓരോ ഐറ്റംസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു ഓർഡറിലായിരിക്കും ലിസ്റ്റിൽ ഓരോ ഐറ്റംസും സോർട്ട് ചെയ്ത് വരുന്നുണ്ടാവാം. ദേ ആർ റിട്രൈവബിൾ ബൈ ഇൻഡെക്സ്. അവരെ നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് റിട്രൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അടുത്തത് പിന്നെ പറഞ്ഞിരിക്കുന്നത് മ്യൂട്ടബിൾ ആണെന്നാണ്. മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മോഡിഫൈ ലിസ്റ്റസ് ആഫ്റ്റർ ക്രിയേഷൻ. അതായത് ഒരു വട്ടം നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിനൊരു ഓപ്പോസിറ്റ് ടേമും കൂടി ഉണ്ട്. അതിന് നമ്മൾ ഇമ്മ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. ഇമ്മ്യൂട്ടബിൾ. അപ്പം ഇമ്മ്യൂട്ടബിളും കൂടി എന്താണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഓർഡേഡ് കളക്ഷൻ ഓഫ് ഐറ്റംസ് എന്നുള്ള ഒരു വേർഡാണ്. ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഓർഡേഡ് കളക്ഷൻ ഓഫ് ഐറ്റംസ് എന്ന് നോക്കാം. അപ്പം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് ലിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പൊ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലിസ്റ്റിനെ എന്ന് പറഞ്ഞിട്ട് ഒരു വാരിയബിൾ കൊടുത്ത് എന്തെങ്കിലും ലിസ്റ്റ് നെയിം എയോ ബിയോ സിയോ അല്ലെങ്കിൽ ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്തെങ്കിലും ഒരെണ്ണം ദെൻ ലിസ്റ്റിന്റെ ഉള്ളിൽ ഞാൻ കുറച്ച് എലമെന്റ്സിനെ കൊടുക്കാണ്. ഇപ്പൊ ഞാനിതിൽ 1.0 ട്രൂ ഒരു ബൂലിയൻ വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ടെക്സ്റ്റ് കൊടുക്കാണ് വെൽക്കം. അതുപോലെ തന്നെ അപ്പൊ ടെക്സ്റ്റ് നമ്മൾ സ്ട്രിംഗ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ 32 100 അപ്പൊ ഇത്ര എലമെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതില് ഇത് അതിന്റെ വാരിയബിൾ നെയിം, ലിസ്റ്റിന്റെ വാരിയബിൾ നെയിം ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഓരോ എലമെന്റ്സ്, അത് ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും ആവാം, ആ എലമെന്റ്സിനെ സെപ്പറേറ്റഡ് ബൈ കോമ, ഓരോ കോമാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഈ ഒരു കാര്യം ദാറ്റ് കണ്ടെയ്ൻ എനി ടൈപ്പ് ഓഫ് ഡാറ്റ, അതായത് ഇതിന്റെ ഉള്ളിൽ ഏത് ടൈപ്പ് ഡാറ്റ വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ചില ലിസ്റ്റിന്റെ ഉള്ളിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ ലിസ്റ്റ് എടുക്കാണ്. അതിൽ ഞാൻ വീണ്ടും ഒരു ലിസ്റ്റ് ഉണ്ടാക്കാണ്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി, കോമ അതിൻ്റെ ഉള്ള വേറൊരു ലിസ്റ്റ് 1.0 2.0 എന്ന് പറഞ്ഞിട്ട് വേറൊരു എലമെന്റ്, പിന്നെ ഞാൻ വേറെ 32 100 എന്ന് പറഞ്ഞിട്ട് വേറെ എലമെന്റ്സ്, ഇങ്ങനെയും നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ ഉള്ളിൽ വേറെ ലിസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്നാണ് ഈ കൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്നത്. നെസ്റ്റഡ് ലിസ്റ്റ്, അതായത് ലിസ്റ്റിന്റെ ഉള്ളിൽ തന്നെ വേറെ ലിസ്റ്റ് വരാം. അപ്പൊ അതാണ് ഇൻക്ലൂഡിംഗ് അതർ ലിസ്റ്റസ് എന്ന് ഈ ഡെഫിനേഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇറ്റ് മേ കണ്ടെയ്ൻ എനി ഡാറ്റ ടൈപ്പ് ആൻഡ് ഇൻക്ലൂഡ് അതർ ലിസ്റ്റസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ലിസ്റ്റസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏത് ടൈപ്പ് ഡാറ്റ വേണമെങ്കിലും കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി അടുത്തത് എന്താണ് ഈ ഓർഡേഡ് കളക്ഷൻ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് ഡെഫിനേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓർഡേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഐറ്റം ഈ ലിസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഓരോ നമ്പറുകൾ ഈ ഐറ്റത്തിലേക്ക് അസൈൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ 1.0 കിട്ടുമ്പോൾ അതിന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അതിന് ട്രൂ കിട്ടുന്ന സമയത്ത് അതിന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി വെൽക്കം കിട്ടുന്ന സമയത്ത് അതിന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതുപോലെ ഇതിൽ 32 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ 3 ആണ് വരിക. അതുപോലെ 100 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ, ആ ഒരു എലമെന്റിന്റെ ഇൻഡെക്സ് നമ്പർ 4 ആണ് വരിക. അപ്പൊ ഓരോ പൊസിഷനും ഓരോ ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് ആ എലമെന്റിനെ നമുക്ക് പുറത്തേക്ക് വിളിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്റെ ലിസ്റ്റിന്റെ പേര് ഞാൻ കൊടുത്തു, ലിസ്റ്റ് നെയിം എന്നാണ് ഞാൻ തൽക്കാലത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന്റെ ഉള്ളിൽ ഞാൻ ഇൻഡെക്സ് നമ്പർ 1 ഉള്ള ആളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുക ട്രൂ എന്ന് പറയുന്ന ബൂലിയൻ വാല്യൂ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഞാനിപ്പം ലിസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് അടുത്ത ആളെ കൊടുക്കുകയാണ്. ഇതിൽ ഞാനിപ്പം 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഉള്ളിൽ എലമെന്റ് കിട്ടുന്നുണ്ടാവുക വെൽക്കം എന്ന് പറയുന്ന ആ സ്ട്രിംഗ് ആയിരിക്കും. അതായത് ഇതിൽ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ കോൾ ചെയ്ത് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു ഓർഡേഡ് കളക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. അതായത് ലിസ്റ്റിൽ ഓരോ എലമെന്റ്സ് കയറുമ്പോഴും ആ എലമെന്റിന്റെ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻഡെക്സ് നമ്പർ അതിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഇൻഡെക്സ് പൊസിഷൻ നമ്പർ അതിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഇൻഡെക്സ് പൊസിഷൻ നമ്പർ അതിന് കൊടുക്കുന്ന കാരണമാണ് അതിന് എന്തെന്ന് വിളിക്കുന്നത് ഓർഡേഡ് കളക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് ആ കറസ്പോണ്ടിങ് എലമെന്റിന് നമുക്ക് ലിസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അപ്പം ഇതിൽ തന്നെ ഡെഫിനേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, യു ക്യാൻ മോഡിഫൈ ലിസ്റ്റസ് ആഫ്റ്റർ ക്രിയേഷൻ. ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിന് മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് വേർഡ് ആണ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഇത് ടപ്പിൾ പോലെയുള്ള ആൾക്കാർക്കാണ് ഈ സംഭവം ബാധകമായിട്ടുള്ളത്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മോഡിഫൈ
ആഫ്റ്റർ ക്രിയേഷൻ, ടപ്പിൾ ആഫ്റ്റർ ക്രിയേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിനാണ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ വൺസ് നമ്മൾ ലിസ്റ്റ് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിന്റെ ഉള്ളിലത്തെ എലമെന്റ്സിനെ നമുക്ക് കളയാനും അല്ലെങ്കിൽ പുതിയൊരു എലമെന്റിനെ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ ഈ മ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ ആഡ് ചെയ്യാനും കളയാനും ഒക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും അതേ ലിസ്റ്റിനുള്ള. ബട്ട് ടപ്പിളിന്റെ കേസിൽ അല്ലെങ്കിൽ ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറിന്റെ കേസിൽ വരാണെന്നുണ്ടെങ്കിൽ വൺസ് നമ്മൾ ആ ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ പുതിയതായിട്ട് നമുക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതിനെയാണ് ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേസിൽ ലിസ്റ്റ് എന്ന് പറയുന്നത് മ്യൂട്ടബിൾ ആണ്. സോ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പുതിയൊരു ഡാറ്റനെ ആഡ് ചെയ്യാനും അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റനെ ഡിലീറ്റ് ചെയ്ത് കളയാനും മോഡിഫൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇനി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് ഇതിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലിസ്റ്റിന്റെ ക്രിയേഷൻ ആണ്. ഓക്കെ, എങ്ങനെ നമുക്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് പ്രധാനമായിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിതിൽ ക്രിയേഷൻ ഓഫ് ലിസ്റ്റ് ഫസ്റ്റ് സെക്ഷൻ. ഇനി സെക്കൻഡ് ടോപ്പിക് നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഹൗ ടു ആക്സസ് എലമെന്റ്സ് ഫ്രം എ ലിസ്റ്റ്. സോ ആക്സസിങ് എലമെന്റ്സ് ഫ്രം എ ലിസ്റ്റ്. ഇനി തേർഡ് ഇതിലൊരു പോയിന്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്ഡേറ്റിംഗ് എലമെന്റ്സ് ഇൻ എ ലിസ്റ്റ്. ഓക്കെ, അപ്ഡേറ്റിംഗ് എലമെന്റ്സ് ഇൻ എ ലിസ്റ്റ്. ഇനി ഇതിൽ ഫോർത്ത് ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഡിലീറ്റിംഗ് എലമെന്റ്സ് ഫ്രം എ ലിസ്റ്റ്. ഡിലീറ്റിംഗ് എലമെന്റ്സ് ഫ്രം എ ലിസ്റ്റ്. അപ്പൊ ഇതിനൊക്കെ കുറെ മെത്തേഡുകൾ വരുന്നുണ്ട്, അതാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് ഇതിൽ വരുന്നത് ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. അതെന്താണ് ലിസ്റ്റ് കോംപ്രഹെൻഷൻ, അത് എങ്ങനെയാണ് ചെയ്യാൻ, സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്, അതൊക്കെ ആയിരിക്കും അതിൽ നമ്മൾ പറയുന്നുണ്ടാവുക. കോംപ്രഹെൻഷൻ. പിന്നെ നെക്സ്റ്റ് ഇതിൽ പിന്നെ നമുക്ക് പഠിക്കാൻ വരുന്നത് ടൈപ്പ് കൺവേർഷൻ ആണ്. നമുക്ക് ലിസ്റ്റിന് തന്നെ എങ്ങനെ ടപ്പിൾ ആക്കാം, സ്ട്രിംഗ് ആക്കാം, അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ അടുത്ത് എങ്ങനെ ലിസ്റ്റ് ആക്കാം, അങ്ങനെ ഓരോ ഡാറ്റ ടൈപ്പിനും നമ്മളെങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ് ടൈപ്പ് കൺവേർഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് ഇതിൽ തന്നെ ലിസ്റ്റിൽ തന്നെ വരുന്ന കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ലിസ്റ്റിന്റെ കേസിൽ കുറച്ചധികം ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അപ്പം അതിന്റെ ഓരോ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്, അതുപോലത്തെ കാര്യങ്ങളാണ് ഇതിൽ നോക്കാം, ആ സെക്ഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനുള്ള ലാസ്റ്റ് നമ്മൾ പിന്നെ നോക്കാനായിട്ട് പോകുന്നത് ലൂപ്പ് ഇൻ ലിസ്റ്റ് ആണ്. ഒരു ലിസ്റ്റിലെ എലമെന്റ്സിനെ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് എങ്ങനെ എടുക്കാം, അതിനെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ക്രിയേഷൻ ഓഫ് ലിസ്റ്റ്, അത് നമുക്ക് എടുക്കാം. ഫസ്റ്റ് ക്രിയേഷൻ ഓഫ് എ ലിസ്റ്റ്. നമുക്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 3 മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട്, അതിൽ 3 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലിസ്റ്റ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അതിൽ ആ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇപ്പം ഫോർ എക്സാമ്പിൾ സിൻടാക്സ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഞാൻ എ എന്നാണ് എൻ്റെ ലിസ്റ്റിന്റെ പേര് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു ടപ്പിൾ കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു സ്ട്രിങ് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു സെറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ സ്ട്രിങ് ആയിട്ട് കൊടുക്കാം, പിന്നെ ഡിക്ഷണറി വേണമെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് അതിന്റെ കീസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് അതൊരു ലിസ്റ്റ് ആക്കിയിട്ട് തരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ ഡാറ്റ ടൈപ്പുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലിസ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ആക്കിയിട്ട് തരും. അതാണ് ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷന്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് ടപ്പിൾ കൊടുക്കാം, സ്ട്രിങ് കൊടുക്കാം, സെറ്റ് കൊടുക്കാം, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിത് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യണമെന്ന് കൂടി നോക്കാം. അപ്പോൾ ഇനി ഇതിൽ രണ്ടാമതായിട്ട് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എ എന്ന് പറഞ്ഞൊരു പേര് ഇട്ടു, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. നമുക്കിത് നമ്മുടെ കീബോർഡിലെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഓരോ എലമെന്റ്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ എലമെന്റ്സ് ആയിട്ട് കൊടുത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ കൂടെ എലമെന്റ്സ് സെപ്പറേറ്റഡ് ബൈ കോമ ഇട്ട് കൊടുത്തിട്ടും നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ നമ്മൾ വന്നിട്ട് നോക്കുന്നത് യൂസറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് എലമെന്റ്സിനെ വാങ്ങിയിട്ട് അതിനെങ്ങനെ നമുക്ക് ഡയറക്റ്റ് ലിസ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ മാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിന്റെ എന്താ പറയാ ആ ഒരു പ്രോഗ്രാമിങ്ങിന്റെ ഒരു കോഡ് വരുന്നത് ഇത്തിരി ഹൈ ആണ്. നമുക്കത് എന്നിട്ട് പൊട്ടിച്ച് പഠിക്കാം. അതായത് ചെറുതാക്കി ഓരോ ടേം എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പം അതിൽ സിൻടാക്സ് വരുന്നത് എങ്ങനെയാണ്, ആദ്യം ലിസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇടും, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നമ്മൾ മാപ്പ് ഫംഗ്ഷൻ ഇടും. മാപ്പ് ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം മാപ്പ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ എന്താണ് കിട്ടുന്നത് ആ ഒരു ടൈപ്പ് നമ്മൾ ഇടും. പിന്നെ നമ്മൾ ഇൻപുട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. ദെൻ നമ്മൾ വാങ്ങുന്ന ഇൻപുട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ എത്ര എലമെന്റ്സ് വാങ്ങണം എന്നുള്ളതും കൂടി ഡിഫൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ നമുക്കിത്
കോഡിംഗ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാന്നുള്ളതും കൂടി നോക്കാം. അതായത് ഇപ്പൊ നമുക്ക് യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വരുന്ന ഇൻപുട്ടിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ സാധനത്തിന് മൊത്തം നമുക്ക് ഇപ്പം ഇന്റിജർ ആക്കിയിട്ട് മാറ്റണം. നമ്മൾ ഇൻപുട്ടിലേക്ക് വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ സ്ട്രിംഗ് ആയിരിക്കും. അതായത് നമുക്ക് നമുക്കൊരു ഇൻപുട്ട് കിട്ടുന്ന സമയത്ത് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് വാങ്ങുന്ന എലമെന്റ്സ് മൊത്തം ഒരു സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നുണ്ടാവും. നമ്മൾ നമ്പർ കൊടുത്താലും അത് സ്ട്രിംഗിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് നമുക്ക് ഇന്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇൻഡ് യൂസ് ചെയ്ത ഇന്റിജർ വരും. അതല്ല നമുക്കിവിടെ ഫ്ലോട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആക്കിയിട്ട് ആൻസർ കിട്ടും. അപ്പം ഇതിനിങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഫംഗ്ഷൻ ഇൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ അതിനെ മൊത്തം മാപ്പ് ചെയ്തെടുക്കും. ദെൻ ഈ കിട്ടുന്ന വാല്യൂസിനെ മൊത്തം മാപ്പ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യും, അതൊരു ലിസ്റ്റിലേക്ക് കൊടുക്കും. അത്രയാണ് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു കോഡിന്റെ ഉള്ളിൽ നടക്കുന്നത്. അതിന്റെ കൂടെ നമുക്ക് ഈ n എന്ന് പറഞ്ഞ സൂചിപ്പിച്ചിട്ടില്ലേ, ഇത് നമ്പർ ഓഫ് എലമെന്റ്സിനെ സൂചിപ്പിക്കുന്നതാണ്. എത്ര എലമെന്റ്സ് നമുക്ക് യൂസർ തരണം. ഇപ്പൊ ചിലപ്പം നമ്മളിപ്പോൾ 3 എലമെന്റ്സ് ആണ് ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ യൂസർ 4 കൊടുത്തു കഴിഞ്ഞാലും ആദ്യം കയറ്റിയ 3 മാത്രമേ അവർ എടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് വേണം എന്നുള്ളത് നമുക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കിയിട്ട് കൊടുക്കാം. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്ലൈസിങ് മെത്തേഡ് ആണ്. അപ്പൊ സ്ലൈസിങ് മെത്തേഡ് ഇൻ ലിസ്റ്റസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി എന്താണ് ഇത് ഒക്കെ ഓരോന്ന് നടക്കുന്നതെന്ന് ഇത്തിരി കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ 3 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ട് ലിസ്റ്റ് ക്രിയേഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി അടുത്തത് വന്നിട്ട് നമ്മൾ ആക്സസിങ് എലമെന്റ്സ് ഫ്രം എ ലിസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കുന്നത്. നമുക്ക് ലിസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ എലമെന്റ്സിനെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ആക്സസിങ് എലമെന്റ്സ് ഫ്രം എ ലിസ്റ്റ്. അപ്പം അതില് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പൊ ഇൻഡെക്സിംഗ് നമ്മൾ കണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പം എ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് എടുക്കുന്നുണ്ട്. അതിൽ 10, 20, 30 എന്ന് പറഞ്ഞിട്ട് കുറച്ച് എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഓരോ എന്താ പറയാ, ഒരു ഇൻഡെക്സ് പൊസിഷൻസ് ഉണ്ട്. 10ന്റെ ഇൻഡെക്സ് പൊസിഷൻ 0 ആണ് വരുന്നത്, 20ന്റെ 1, 30ന്റെ 2 ആണ് വരുന്നത്, അതുപോലെ തന്നെ 14ന്റെ വരുന്നത് 3 ആണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് ഓരോ എലമെന്റ്സിനെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പം എ ഓഫ് 0 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ തന്നെ എ ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് വരുന്നത് 20 ആയിരിക്കും. അപ്പോൾ തന്നെ എ ഓഫ് 2 എന്ന് പറയുന്നത് 30യും എ ഓഫ് 3 എന്ന് പറയുന്നത് 40യും ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൽ നെഗറ്റീവ് ഇൻഡെക്സിങ്ങും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഇവിടുന്ന് നമ്മളിപ്പം ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ആണ് പോകുന്നത്. പക്ഷെ നമുക്ക് ഇത് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് -1 എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു പൊസിഷൻ ലാസ്റ്റ് എന്താണ് വരുന്നത് അതിന്റെ പൊസിഷൻ വരുന്നത് -1 ആയിരിക്കും. അത് കഴിഞ്ഞ് -2, അത് കഴിഞ്ഞ് -3, അത് കഴിഞ്ഞ് -4, അങ്ങനെ പോകും. അതായത് ഞാനിപ്പം എ ഓഫ് ഇൻഡെക്സ് പൊസിഷൻ -1 ഇട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എലമെന്റ് വരുന്നുണ്ടാവുക 40 ആയിരിക്കും. അപ്പോൾ തന്നെ എ ഓഫ് ഇൻഡെക്സ് പൊസിഷൻ -2 ഇട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എലമെന്റ് വരുന്നുണ്ടാവുക 30 ആയിരിക്കും. അപ്പോൾ തന്നെ എ ഓഫ് -3 ഇട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എലമെന്റ് 20 വരും. എ ഓഫ് -4 ഇട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എലമെന്റ് വരുന്നുണ്ടാവുക 10 ആയിരിക്കും. സോ ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിംഗ് ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, എലമെന്റ്സിനെ ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഫസ്റ്റത്തെ ഒരു സെക്ഷനെ നമ്മൾ പോസിറ്റീവ് ഇൻഡെക്സിംഗ് എന്നാണ് പറയുന്നത്, പോസിറ്റീവ് ഇൻഡെക്സിംഗ്. ആൻഡ് സെക്കൻഡ് വരുന്ന ഈ ഒരു ടൈപ്പിന് നമ്മൾ നെഗറ്റീവ് ഇൻഡെക്സിംഗ് എന്നാണ് പറയുന്നത്, നെഗറ്റീവ് ഇൻഡെക്സിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സൈഡിൽ നിന്ന് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് -1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. -1, -2 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോകും. ആൻഡ് നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ലിസ്റ്റിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻ 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻഡെക്സിംഗ് വരുന്നത്. ഇനി രണ്ടാമത്തെ എലമെന്റ്സ് ആക്സസ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് സ്ലൈസിംഗ് എന്ന് പറയുന്നത്. അപ്പം സ്ലൈസിംഗിനെ കുറിച്ച് ഞാൻ മുന്നേ നേരത്തെ ആ ഒരു മാപ്പ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ സ്ലൈസിംഗ് ആണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്, സ്ലൈസിംഗ്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇവിടെ ഒരു 10, 20, 30, 40, 50, 60, 70 ഒരു വലിയ ലിസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഞാൻ ഇതിനെ സ്ലൈസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ സ്ലൈസ് ചെയ്യുമ്പോൾ അതിൽ ആദ്യം ലിസ്റ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്, ലിസ്റ്റിന്റെ പേര് എന്താണ്, ഇപ്പൊ എ ആണ് കൊടുത്തതെങ്കിൽ എ വരും. അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ഇൻഡെക്സ് പൊസിഷൻ കൊടുക്കുക. എവിടെ നിന്നാണോ എനിക്ക് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത് അത് ആ ഒരു നമ്പറിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുക്കുക. ദെൻ എൻഡിങ് ഇൻഡെക്സ് കൊടുക്കുക. എനിക്ക് എവിടെ വരെയാണോ എലമെന്റ്സ് കിട്ടേണ്ടത് അതിലപ്പുറത്തുള്ള എൻഡ് ഇൻഡെക്സ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പം അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, എലമെന്റ്സിനെ എടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇപ്പം 30 മുതൽ 60 വരെയുള്ള ആൾക്കാരെ ഇതിന്റെ ഉള്ളിൽ നിന്ന് സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇതിന്റെ ഇൻഡെക്സ് പൊസിഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 0, 1, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് ഇൻഡെക്സ് പൊസിഷൻ വരുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. അതായത് എന്റെ ലിസ്റ്റിന്റെ പേര് ആണ് വരുന്നത്, അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡെക്സ് പൊസിഷൻ വരുന്നത് 2 ആണ് വരുന്നത്. അത് കൊടുത്തിട്ട് പിന്നെ അതിന്റെ എൻഡ് പോയിന്റ് എനിക്ക് 60 ആണ് വരേണ്ടത്. എൻഡിൽ എനിക്ക് 60 വരെ കിട്ടണം. അപ്പൊ ഞാൻ 6 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് 6 ഇട്ട് കൊടുത്താലാണ് 5 വരെയുള്ള ആൾക്കാർ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ 30, 40, 50, 60 എന്ന് പറഞ്ഞിട്ട് 2 മുതൽ
5 വരെയുള്ള ആൾക്കാർ 5 വരെയുള്ള എലമെന്റ്സിനെ എനിക്ക് ആ ഒരു ലിസ്റ്റിൽ നിന്ന് സ്ലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഞാൻ എ 0 ഈസ് ടു 2 വരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിൽ 10,20 വരെയുള്ള ആൾക്കാരെ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്ലൈസിങ് വരുന്നത്. ഇനി അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ എന്താണ് ഇപ്പൊ എനിക്ക് എല്ലാ എലമെന്റ്സിനെയും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ എലമെന്റ്സിനെയും സെലക്ട് ചെയ്ത് കിട്ടും. അതായത് ഇപ്പൊ 10 തൊട്ട് ഞാനിവിടെ 70 വരെ കൊടുത്തിട്ടുണ്ട്, 70 വരെയുള്ള ആൾക്കാരെ എനിക്ക് കിട്ടും. അതുപോലെ ഇനിയിപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഞാനിവിടെ ലാസ്റ്റിൽ വന്നിട്ട് 3 വരെയാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ആദ്യത്തെ 3 എലമെന്റ്സിനെയാണ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതിൽ എനിക്ക് 10, 20, 30 വരെയുള്ള ആൾക്കാരെ കിട്ടും. മൂന്നാമത്തെ ഇൻഡെക്സ് പൊസിഷനിൽ എടുക്കുന്ന 40 വരുന്നുണ്ടാവില്ല. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ ആ ഒരു സ്ലൈസിങ്ങിന്റെ കേസിൽ ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഏത് പൊസിഷനിൽ എടുക്കുന്ന ആളാണോ ആ ഒരു എലമെന്റ് വരെ, അതിന് മുന്നുള്ള എലമെന്റ് വരെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു നമ്മളത് യൂസ് ചെയ്യുന്നത്. ആ ഒരു മാപ്പ് ഫംഗ്ഷനിൽ നമ്മളത് എടുത്തിട്ട് യൂസറിന്റെ കയ്യിൽ എലമെന്റ്സ് വാങ്ങിയിട്ട് നമ്മൾ ലിസ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കത് പ്രാക്ടിക്കലി ഒന്നുകൂടി പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി അത് ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ഇത് തന്നെ നമുക്ക് നെഗറ്റീവ് സ്ലൈസിങ്ങും ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാണ് നെഗറ്റീവ് സ്ലൈസിങ് വരുന്നത് നോക്കാം. അതിന് അപ്പൊ നമ്മുടെ നെഗറ്റീവ് സ്ലൈസിങ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നെഗറ്റീവ് സ്ലൈസിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. -1, -2, -3, -4, -5, -6 ആൻഡ് -7. ഇങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് ലാസ്റ്റിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് ഇൻഡെക്സ് പൊസിഷൻസ് അതിന് വരുന്നത്. അപ്പൊ ഞാനിവിടെ ഇപ്പൊ ഞാനിതിൽ -3 to -1 വരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഏതൊക്കെ എലമെന്റ്സ് വരും? എനിക്കതിൽ ലാസ്റ്റത്തെ പൊസിഷനിലുള്ള ആൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരണം. അപ്പം നമുക്ക് ഈ ഒരു -3:-1 ചെയ്യുന്ന സമയത്ത് -3 വരുന്നത് 50ലാണ്. അപ്പൊ 50ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ 60 വരും. പക്ഷെ നമുക്ക് 70 വരില്ല. ലാസ്റ്റ് കൊടുത്ത എലമെന്റ് എന്താണോ അത് നമുക്ക് വരില്ല. അതിന് മുന്നേയുള്ള എലമെന്റ് വരെയാണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ നമുക്ക് -1 വരെ ലാസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും എന്താ ഉണ്ടാവുന്ന വെച്ചാൽ നമുക്ക് 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ് ടു 60 വരെയുള്ള എലമെന്റ്സ് വരും, പക്ഷെ നമുക്ക് 70 വരത്തില്ല. അപ്പോൾ തന്നെ വേറൊരു പരിപാടിയും കൂടി ഇതിലുണ്ട്. ഈ ഒരു ലിസ്റ്റിനെ അങ്ങനെ തന്നെ റിവേഴ്സ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടും, പിന്നെ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 തവണ ഇതിടും. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഈ കോളൻ ഇടും. അതിന് ശേഷം വന്നിട്ട് -1 എന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ ലിസ്റ്റിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി മെത്തേഡ് കൂടിയാണ് ഇത്. അപ്പൊ ഈ സ്ലൈസിങ്ങിന്റെ ഭാഗത്ത് ഇതും കൂടി നമ്മളൊന്ന് ഓർമ്മ വെക്കണം. ഓക്കെ, അപ്പം ഇത്രയാണ് സ്ലൈസിങ്ങിന്റെ പോർഷനിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എലമെന്റ്സിനെ, ഒരു ലിസ്റ്റിന്റെ ഉള്ളിലെ എലമെന്റ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കാനുള്ളത്. അപ്പം അതില് മൂന്നാമത്തെ വരുന്നതാണ് അപ്ഡേറ്റിംഗ് എലമെന്റ്സ് ഇൻ ലിസ്റ്റ്. അപ്പം ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് റീഅസൈൻ ചെയ്യുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡെക്സിങ്ങിന്റെ മെത്തേഡ് തന്നെയാണ്, ഇൻഡെക്സിങ്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, ഞാനിപ്പോൾ 10, 20, 30, 40 എന്ന് പറഞ്ഞ കുഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇൻഡെക്സിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ലിസ്റ്റിൻ്റെ ഉള്ളിൽ 20ന്റെ സ്ഥാനത്ത് ഞാൻ 100 എന്ന് പറയുന്ന ഒരാളെ കയറ്റാൻ പോവാണ്. അപ്പൊ അതിന് ഇൻഡെക്സിങ് ഫസ്റ്റ് നമുക്ക് 20ന്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അത് വരുന്നത് 0, 1, 1ലാണ് ഇൻഡെക്സ് വരുന്നത്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞിട്ട് A(1) എന്ന് പറഞ്ഞിട്ട് ആ ഇൻഡെക്സ് പൊസിഷൻ ഫസ്റ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് പറയാണ് എനിക്ക് അവിടെ 100 എന്ന് പറഞ്ഞ ആളെ തന്നെയാണ് കയറ്റേണ്ടത്. പിന്നെ ഞാൻ എൻ്റെ എനെ വീണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ 10, 100, 30, 40 എന്ന് പറഞ്ഞിട്ട് എന്റെ സ്ഥാനത്ത്, അതായത് 20ന്റെ സ്ഥാനത്ത് 100 വന്നിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഇൻഡെക്സിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഈസി ആയിട്ട് നമുക്ക് എലമെന്റ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പിന്നെ നമുക്ക് അപ്ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു മെത്തേഡ്, അതിപ്പം അപ്ഡേറ്റിംഗ് അല്ല, നമുക്ക് പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് 40 കഴിഞ്ഞിട്ട് ഒരു 50 കൂടി ആഡ് ചെയ്യണം എന്ന് വിചാരിക്കും ലിസ്റ്റിനുള്ളിലേക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പൻഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, അപ്പൻഡ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പല സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഏതാണ് നമ്മുടെ ലിസ്റ്റിന്റെ പേര് വരുന്നത്, A.append എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാല്യൂ, ഏത് വാല്യൂ ആണോ നമുക്ക് കയറ്റേണ്ടത് അത് കൊടുത്താൽ മതി. ഇപ്പം ഫോർ എക്സാമ്പിൾ A.append എന്ന് പറഞ്ഞിട്ട് നമ്മൾ 50 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ എന്ന് പറയുന്ന ലിസ്റ്റ് എന്താവും, എന്ന് പറയുന്ന ലിസ്റ്റ് വന്നിട്ട് 10, 100, 30, 40, 50 എന്ന് പറഞ്ഞിട്ട് ആ പുതിയൊരു എലമെന്റ് കൂടി അതിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ നമുക്ക് അപ്പൻഡ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് അപ്പൻഡ് മെത്തേഡ് വെച്ചിട്ട് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സിംഗിൾ വാല്യൂവിന് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് എലമെന്റ്സിനെ ആഡ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് അടുത്ത നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, എക്സ്റ്റെൻഡ്. അപ്പം എക്സ്റ്റെൻഡില് നമ്മുടെ സിൻടാക്സ് വരുന്നത് ആദ്യം ലിസ്റ്റിന്റെ പേര് കൊടുക്കും, ലിസ്റ്റ് നെയിം. അപ്പം A ആണെങ്കിൽ എന്ന് കൊടുക്കും, ലിസ്റ്റ് നെയിം ഡോട്ട് എക്സ്റ്റെൻഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ പുതിയ ലിസ്റ്റ്, ഇപ്പം നമ്മൾ
ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ആയിരിക്കുമല്ലോ അപ്പൻഡ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക്. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എക്സ്റ്റെൻഡ് യൂസ് ചെയ്യുന്നത്. പുതിയ ലിസ്റ്റ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇതിൽ വരാണെന്നുണ്ടെങ്കിൽ എ ഡോട്ട് എക്സ്റ്റെൻഡ്, ഞാനിപ്പോൾ പുതിയൊരു ലിസ്റ്റ് ആയിട്ട് 1,2,3 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എ എന്ന് പറയുന്നത് 10, 100, 30, 40, 50, അതും കഴിഞ്ഞ് പിന്നെ 1,2,3 എന്ന് പറഞ്ഞാൽ പുതിയൊരു പുതിയ ലിസ്റ്റ് ഓഫ് ആൾക്കാരും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. ഓക്കെ, അതാണ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന മെത്തേഡ്. പിന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് ഇൻസേർട്ട് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇൻസേർട്ട് മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഇൻസേർട്ട് അതിന്റെ സിന്റാക്സ് വരുന്നത് എ ഡോട്ട് ഇൻസേർട്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യം ഇൻഡെക്സ് പൊസിഷൻ കൊടുക്കണം, ഏത് ഇൻഡെക്സിലേക്കാണോ കയറ്റേണ്ടത്, ദെൻ അതിന്റെ വാല്യൂ കൊടുക്കണം. ഓക്കെ, അതും നമുക്ക് ഇൻഡെക്സിങ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇപ്പൊ ഞാൻ ഇതിൽ എൻ്റെ ഇപ്പം ഇതാണ് എൻ്റെ ലിസ്റ്റ് വരുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ എ ഡോട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ 100ന്റെ സ്ഥാനം എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. ആ 1ന്റെ സ്ഥാനത്തേക്ക് വീണ്ടും ഞാൻ 20 തന്നെ കയറ്റാൻ പോവാണ്. അപ്പൊ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ് വരുന്നത്. അപ്പൊ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ലിസ്റ്റ് വന്നിട്ട് പിന്നെ 10, 20, 30, 40, പിന്നെ അപ് ടു നമ്മുടെ ആൾക്കാർ ഫുൾ എലമെന്റ്സ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ഡിസൈഡ് പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വാല്യൂനെ കയറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് അപ്ഡേറ്റിംഗ് എലമെന്റ്സ് എന്ന ലിസ്റ്റിൽ മെത്തേഡ്സ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് പഠിച്ചു, അപ്പൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് പഠിച്ചു, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് പഠിച്ചു, പിന്നെ ഇൻസേർട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് പഠിച്ചു. ഇനി ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു മെത്തേഡും കൂടി നോക്കുന്നുണ്ട്, ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലീറ്റിംഗ് എലമെന്റ്സ് ഫ്രം എ ലിസ്റ്റ് ആണ്. അപ്പം എലമെന്റ്സ് ചെയ്യുന്ന, അതായത് ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് എലമെന്റ്സിനെ എങ്ങനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നുള്ളത് നോക്കാം. ഡിലീറ്റിംഗ് എലമെന്റ്സ് ഫ്രം എ ലിസ്റ്റ്. അപ്പം അതിന് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് DL എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ടുള്ള ഡിലീറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം ഫസ്റ്റത്തെ മെത്തേഡ് യൂസിങ് DL കീവേഡ്. അപ്പൊ അതിന്റെ സിൻഡെക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ DEL എന്ന് പറഞ്ഞൊരു കീവേഡ് ഉപയോഗിക്കും. ഇത് പൈത്തണിൽ വരുന്ന കീവേഡ്സ് ആണ്. അപ്പൊ ലിസ്റ്റ്, ടപ്പിൾ എന്നൊക്കെ പറയുന്ന കീവേഡ്സ് പോലെ DEL എന്ന് പറഞ്ഞാൽ ഡിലീറ്റിന്റെ ഫസ്റ്റത്തെ 3 വാക്ക് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കീവേഡ് ആണ്. അപ്പം ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ ലിസ്റ്റിന്റെ പേര് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഏത് ലിസ്റ്റിന്റെ ഉള്ളിലത്തെ ഏത് ഇൻഡെക്സ് പൊസിഷനിലുള്ള എലമെന്റ് ആണോ കളയേണ്ടത് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ നമ്മൾ കൊടുക്കും. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് സിൻടാക്സ് വരുന്നത്. ഇപ്പം നമ്മുടെ എ എന്ന് പറയുന്ന ലിസ്റ്റ് 10, 20, 30, 40 ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഇതിൽ വന്നിട്ട് DEL A of 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ എ എന്ന് പറയുന്ന ആളില് 10, 30, 40 ആണ് ഉണ്ടാവുക. അതായത് EDL of 1 20 അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എലമെന്റ്സിന് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിന്റെ എന്താ പറയാ സിൻടാക്സ് വരുന്നത് എ ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വന്നിട്ട് ഏത് വാല്യൂ ആണോ റിമൂവ് ചെയ്യേണ്ടത് ആ വാല്യൂ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എ ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ 10 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വാല്യൂ റിമൂവ് ആയിട്ട് പിന്നെ A is equal to 30, 40 എന്ന് പറഞ്ഞ ബാക്കിയുള്ള എലമെന്റ്സ് മാത്രമായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. അതായത് മൂന്നാമത്തെ മെത്തേഡ്, അതിന് നമുക്ക് സിൻടാക്സ് വരുന്ന എ ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ ലാസ്റ്റത്തെ എലമെന്റ് റിമൂവ് ആവും. അപ്പം ഇതിൽ ഇതാണ് നമ്മുടെ ലിസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഞാൻ എ ഡോട്ട് പോപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത് ഇസ് ഈക്വൽ ടു വാല്യൂ കിട്ടുന്നുണ്ടാവുക 40 ആയിരിക്കും. ലാസ്റ്റത്തെ എലമെന്റ് എന്താണോ കിടക്കുന്നത് അതായിരിക്കും ഇതിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇത് എനിക്ക് വേണമെങ്കിൽ വേറൊരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ C is equal to എ ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിയിലേക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക? 14 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ പോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണോ ഡിലീറ്റ് ആയിട്ട് പോകുന്നത് ആ ആളെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ആ ആളായിരിക്കും പോപ്പ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ചെയ്തിട്ട് വരുന്നുണ്ടാവുക. ഇതല്ലാണ്ട് പോപ്പിന് വേറൊരു സിൻടാക്സും കൂടി വരുന്നുണ്ട്. എ ഡോട്ട് പോപ്പ് അതിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് കൊടുക്കുക, ആ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂനും കൊടുക്കാം. ഇങ്ങനെയും നമുക്ക് പോപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മെജോറിറ്റി നമ്മൾ മോസ്റ്റ് കേസസിൽ നമ്മൾ വെറുതെ പോപ്പ് കൊടുക്കായിരിക്കും ചെയ്യുന്നത്. വെറുതെ പോപ്പ് കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഏതാളാണോ കിടക്കുന്ന ആ ആളായിരിക്കും റിട്ടേൺ ആവുന്നുണ്ടാവുക. ആ ആള് പിന്നെ ഏന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇതിൽ 30 മാത്രമേ ഉണ്ടാവുള്ളൂ, 14 പോയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ആളെ റിമൂവ് ചെയ്യാനായിട്ടും പറ്റും. പിന്നെ നമുക്ക് ലാസ്റ്റ് ഡിലീറ്റ് അല്ലെങ്കിൽ നമുക്ക് എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു മെത്തേഡ് പറയുന്നത് ക്ലിയർ എന്ന് പറയുന്നിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റിന്റെ പേര് കൊടുക്കും, ഡോട്ട് ക്ലിയർ കൊടുക്കുന്ന സമയത്ത് ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം പോയിട്ടുണ്ടാവും. എല്ലാം ക്ലിയർ ആയിട്ട് നമുക്കൊരു എംപ്റ്റി ലിസ്റ്റ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് ക്ലിയർ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സും പോകും, എന്നിട്ട് നമുക്ക് ഒരു എംപ്റ്റി ലിസ്റ്റ് അത് റിട്ടേൺ ചെയ്യും. അപ്പൊ നമുക്ക് എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DL എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാന്ന് പഠിച്ചു. പിന്നെ റിമൂവ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം, പിന്നെ പോപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം, പിന്നെ ക്ലിയർ എന്ന് പറഞ്ഞ മെത്തേഡ്
മെത്തേഡ് യൂസ് ചെയ്തിട്ട് എല്ലാ എലമെന്റ്സിനെയും ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു എംപ്റ്റി ലിസ്റ്റിനെ റിട്ടേൺ ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ലിസ്റ്റ് കോംപ്രഹൻഷനും ടൈപ്പ് കൺവേർഷനും പിന്നെ കുറച്ച് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും ലൂപ്പും ആണ് വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം.